കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത്. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തുണി കഴുകാനും മറ്റുമായിട്ടാണ് കേട്ടോ ഈ ബക്കറ്റ് എടുക്കുക. അപ്പോൾ ബക്കറ്റിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോഴേക്കും ആകെ ഒരു വഴുവഴുപ്പും വരും കേട്ടോ. നമ്മൾ ബാത്റൂമിലൊക്കെ വെക്കുന്നതാണെങ്കിൽ തന്നെ പ്രത്യേകിച്ച് ഒരു വഴുവഴുപ്പ് വരും കേട്ടോ. അത് വരാണ്ടിരിക്കാൻ അതിനുള്ളൊരു ക്ലീനിങ്ങിൻ്റെ ഒരു ടിപ്പായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ചാനൽ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതായത് ബക്കറ്റിൽ ഞാൻ ആദ്യം തന്നെ നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഉപ്പാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ പൊടിയുപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിനായിട്ട് നമ്മൾ വേറെ കഴുകാനുള്ളതൊന്നും മേടിക്കേണ്ട, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ആകെ ഒരു സോപ്പും പതിയും ഒക്കെ, പിന്നെ ഉള്ളിലൊക്കെ ആകെ ഒരു വഴുക്കിൽ പിടിച്ച അവസ്ഥയിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതേ മൊത്തം ഞാനൊന്ന് ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ചളി അങ്ങനെ പറയാനൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ വെള്ളം എടുത്ത് വയ്ക്കുമ്പോൾ ചെറിയൊരു വഴുവഴുപ്പ് വരും. അപ്പോൾ അത് നമ്മൾ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു സ്ക്രബ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഈ ബക്കറ്റൊന്നും കഴുകാൻ വേണ്ടി ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പോഞ്ചും അതും വേണ്ട നമുക്ക് ബക്കറ്റൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്. നമുക്കിതേ ആകെ കൂടി ഈ ഒരു കവർ മാത്രം മതി കേട്ടോ. ഈ കവർ കൊണ്ട് മാത്രം മതി നമ്മുടെ ബക്കറ്റ് എന്തായാലും വെട്ടി തിളങ്ങും കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് പൊടിയുപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ. കയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഉരയ്ക്കുക. നമ്മൾ സ്ക്രബും കാര്യങ്ങളൊന്നും ഇട്ട് ഉരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ കവർ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായി ഉരച്ചെടുക്കാം കേട്ടോ. നന്നായി തന്നെ ഇപ്പം തന്നെ നന്നായി ആകെ തിളങ്ങും കേട്ടോ. അപ്പോൾ ഉള്ളിലിങ്ങനെ ഒരു എന്താ പറയുക, ഒരു കൊഴുകൊഴുപ്പായിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ പിടിച്ച് വയ്ക്കുമ്പോൾ ആകെ ഒരു എന്താ പറയുക വൃത്തികേടായിട്ടാണ് നമ്മുടെ ബക്കറ്റൊക്കെ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത് ഇടയ്ക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സോപ്പും പതയൊന്നും നമ്മുടെ ബക്കറ്റുമേ പിടിക്കില്ല കേട്ടോ. അപ്പോൾ നന്നായി തന്നെ ഞാൻ ഉരച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തും വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ ഈ ബക്കറ്റിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് ഉണ്ട് കൊടുത്ത് ഇത് നന്നായി തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഈ ബക്കറ്റിൻ്റെ ഉൾഭാഗങ്ങളിൽ ചെറിയ ഗ്യാപ്പുകളിലൊന്നും ചിലപ്പോൾ ഈ കവർ കൊണ്ട് എത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ടൂത്ത് ബ്രഷ് വല്ല പഴയതൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഉപ്പിൽ മുക്കിയിട്ട് ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നന്നായി അങ്ങോട്ട് മുറക്ക പിടിച്ചിട്ട് ഉരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതായത് സിമ്പിളായിട്ട് തന്നെ ഉരയ്ക്കണത് കണ്ടില്ലേ. ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ തന്നെ ഒരു വെള്ളം പിടിച്ചിട്ടുള്ളൊരു പാടുണ്ടാവില്ല. കാരണം സോപ്പും പതയുടെയൊക്കെ ഇങ്ങനെ തെറിച്ചിട്ട് ഉള്ളൊരു പാടുണ്ടാവും ഈ ബക്കറ്റിൻ്റെ മുകളിലൊക്കെ. അപ്പോൾ അത് പോവാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഈ ഉപ്പിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരിച്ചിങ്ങനെ നന്നായി എടുക്കുമ്പോൾ തന്നെ ഈ പാട അങ്ങോട്ട് പൂവിട്ടാൽ നോക്കി ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. സൂപ്പറായിട്ട് പാട അങ്ങോട്ട് പൂവിട്ടാൽ അത് നമ്മൾ എത്ര എങ്ങനെ കഴുകിയാലും പൂവില്ല. അങ്ങനെ ഈ സോപ്പും പത പിടിച്ചിങ്ങനെ ഇരിക്കും കേട്ടോ, ഒരു വെള്ളപ്പാട് പിടിച്ചിട്ടിരിക്കും. അതാണ്. അപ്പോൾ ഈ ഉപ്പ് വെച്ചിട്ട് ഉരയ്ക്കുകയാണെങ്കിൽ തന്നെ നന്നായി പൂവും കണ്ട. ഇതിൻ്റെ ഈ ഉൾഭാഗങ്ങളിലൊക്കെ നന്നായി ഉരച്ച് വൃത്തിയാക്കണം കേട്ടോ. അപ്പം നമുക്ക് പല സാധനങ്ങളും പുറത്തുനിന്ന് ഈ ബക്കറ്റ് ക്ലീൻ ചെയ്യാനൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഈ സാധനങ്ങൾ മാത്രം മതി കേട്ടോ. നമുക്കിത് നന്നായി തന്നെ ക്ലീൻ ആവും കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ വെള്ളമൊക്കെ 2-3 ദിവസം വെച്ച് ഇരുന്ന ഒരു വഴുവഴുപ്പ് വരും കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഉപ്പൊക്കെ ഇട്ടൊന്ന് കഴുകുമ്പോൾ ആ വഴുവഴുപ്പൊക്കെ നന്നായി പോവും. പിന്നെ അധികം നേരം അങ്ങനെ തേച്ച് പിടിപ്പിച്ച് വെക്കുകയൊന്നും വേണ്ട, നന്നായി തന്നെ കഴുകിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നല്ലോണം ക്ലീൻ ആവും. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടറിയാം ഒരു വെള്ളപ്പാട് ഉണ്ടായിരുന്നതാണ് നമ്മുടെ ഈ ബക്കറ്റിൻ്റെ പുറമെ. അതൊക്കെ നന്നായി മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉരച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേറെ കാര്യമായിട്ടുള്ളതൊന്നും ചെയ്യാനൊന്നുമില്ല, ഉപ്പും ഇത് മാത്രം മതി കേട്ടോ. ഇനിയിപ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് എന്തെങ്കിലും ഹാൻഡ് വാഷോ മറ്റേ എന്തെങ്കിലും ഷാമ്പു എന്തെങ്കിലും ഇട്ടിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഉരച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടിയും ക്ലീൻ ആവും കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ കണ്ട ഇവിടെ തന്നെ നന്നായി തന്നെ പോയിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളം പിടിച്ചിട്ടുള്ളൊരു പാടൊക്കെ ഇല്ലേ, അത് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഹാൻഡ് വാഷ് എടുത്തിട്ടുണ്ട്. ഹാൻഡ് വാഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഹാൻഡ് വാഷോ ഷാമ്പുവോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാൻ ഹാൻഡ് വാഷാണ് എടുത്തത്. അല്ലെങ്കിൽ നമ്മൾ ഈ പാത്രമൊക്കെ കഴുകണ ലിക്വിഡില്ലേ, അതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അതിട്ടിട്ട് ജസ്റ്റ് ഈ സോപ്പും പത എന്ന് പറയാനുള്ളൊരു ഇതില്ല, ജസ്റ്റ് ഉരച്ച് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് തികച്ചും ഓപ്ഷനിൽ അത് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഈ പുറമേ നിന്നുള്ളൊരു പാണ്ട് പിടിച്ചിട്ടുള്ളൊരു അവസ്ഥയില്ലേ, അത് നന്നായി പോയി കിട്ടും കേട്ടോ. കണ്ട, ഇപ്പോൾ ഈ ലിക്വിഡ് ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, സോപ്പ് കുറച്ചിങ്ങനെ അലിയിച്ചിട്ട് അത് കുറച്ചൊന്ന് ലിക്വിഡാക്കിയിട്ടൊന്ന് ഉരച്ച് കഴുകിയാൽ മതിയിട്ട്. അപ്പോൾ നല്ലൊരു ഗ്ലേസിങ് കൂടിയും കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ നല്ല ക്ലീനായി ഈ ബക്കറ്റ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ അതിൻ്റെ PR ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും
സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.